കോഴിക്കോട് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരിങ്കളിയാട്ട ഭക്ഷണ വിതരണത്തിനായി 10,000-കണക്കിന് വാഴയിലകൾ എത്തിക്കുന്നത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചാണ്. പെരിങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MV കുഞ്ഞിക്കോരനാണ് പെരിങ്കളിയാട്ടത്തിനായി വാഴയില കൃഷി ആരംഭിച്ചത്. പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിഷരഹിത ഭക്ഷണം വിളമ്പുകയാണ് സംഘാടക സമിതിയുടെ ലക്ഷ്യം. ഇതിനായി പരമാവധി വിഭവങ്ങൾ പ്രാദേശികമായി തന്നെ ശേഖരിക്കുന്നുണ്ട്. ഈ കൂട്ടായ പരിശ്രമത്തിന് ശക്തി പകരുകയാണ് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MV കുഞ്ഞിക്കോരന്റെ വാഴയില കൃഷി. വാഴയില ഉൽപ്പാദിപ്പിക്കാനായി കഴകത്തിൽ എത്തിച്ച 1000 വാഴക്കന്നുകൾ ആര് നട്ടു പരിപാലിക്കും എന്ന ചോദ്യമുയർന്നപ്പോൾ കുഞ്ഞിക്കോരൻ ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. 1000 വാഴ നട്ടു. അത് 4000 വാഴയായി. എൻ്റെ കന്നുകൾ ചേർത്ത് വന്ന് 4000 5000-ഓളമായി. അതിപ്പോൾ 20,000 ഇല മുറിച്ചു. ഇനി ഒരു 15,000 ഇലയും കൂടെ മുറിക്കാൻ ഉണ്ടാവും ഇപ്പോൾ. പിന്നെ രണ്ടാമത് 8-ാം തീയതി 15,000 മുറിക്കും. പിന്നെ 10-ാം തീയതി 10,000 കൂടെ മുറിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നു. ഈ വാഴയില എപ്പോഴും തുടർന്ന് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഓഡിറ്റോറിയത്തിലും മറ്റും മറിച്ചും വേണ്ടി വരും. അപ്പോൾ ഏത് ഉത്സവത്തിനും വേണമെങ്കിൽ നമ്മൾ കൊടുക്കാനും തയ്യാറ്, ഫ്രീ ആയിട്ട് കൊടുക്കാനും തയ്യാറ്. ആര് വന്ന് ചോദിച്ചാലും ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ വാഴക്കൃഷി അവിടെ തുടർന്നു പോകാനാണ് എൻ്റെ ആഗ്രഹം. കുണിയൻമുങ്കം പാലത്തിന് സമീപത്തെ 60 സെന്റ് സ്ഥലത്താണ് വാഴത്തോട്ടം ഒരുക്കിയത്. 1000 സോദരി കന്നുകളാണ് നട്ടിരുന്നത് എങ്കിലും ഒരു കന്നിൽ നിന്നും 3-4 വാഴകൾ തെഴുത്തതോടെ ഇപ്പോൾ 4000-ലധികം വാഴകളായിട്ടുണ്ട്. 3 തവണകളായി 20,000-ഓളം വാഴയിലകൾ കഴുകത്തിലേക്ക് നൽകാനും സാധിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ആവശ്യമായ ശുദ്ധമായ കൊടിയിലകളും ലഭ്യമായി. ഇനി 2 തവണയാണ് ഇവിടെ വാഴയിലയുടെ വിളവെടുപ്പ്. പെരിങ്കളിയാട്ടം അവസാനിക്കുന്ന 12-ാം തീയതിയിലേക്ക് മാത്രം 20,000 വാഴയില ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. വിവാഹാവശ്യങ്ങൾക്കും അന്നദാനത്തിനും വേണ്ടി വാഴയില കൃഷി ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുഞ്ഞിക്കോരന്റെ തീരുമാനം. ക്ഷേത്രങ്ങൾ ആവശ്യപ്പെട്ടാൽ കഴിയാവുന്നത്ര ഇലകൾ സൗജന്യമായി വിതരണം ചെയ്യും. കൃഷിയിൽ ഭാര്യയ്ക്ക് സുശീലയുടെ മികച്ച പിന്തുണ കൂടി കുഞ്ഞിക്കോരനുണ്ട്.